നമുക്കിനി നോക്കാനുള്ളത് ഫിസിക്സിൻ്റെ സെക്കൻഡ് മോഡ്യൂളിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കാണ്. സെക്കൻഡ് ടോപ്പിക്കായ സൂപ്പർ കണ്ടക്ടേഴ്സ് നമ്മൾ ഫിനിഷ് ചെയ്തു. ഫസ്റ്റ് ടോപ്പിക്ക് സെമി കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ ഈ സെമി കണ്ടക്ടേഴ്സ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് ഇൻട്രൊഡക്ഷനായിട്ട് സോളിഡിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം. സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ഓൺ ദ ബേസിസ് ഓഫ് ബാൻഡ് തിയറി, അതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക്. അപ്പം ബാൻഡ് തിയറിയുടെ ബേസിൽ സോളിഡ്സിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബാൻഡ് തിയറിയുടെ ബേസിൽ സോളിഡ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനർജി ബാൻഡ് സ്ട്രക്ചർ അനുസരിച്ച് സോളിഡ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്. ഇങ്ങനെയാണ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് കണ്ടക്ടേഴ്സ്. നമ്മൾ കണ്ടക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കണ്ടക്ടേഴ്സ്? നമ്മൾ ചെറിയൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താൽ ഇലക്ട്രിക് കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നവരെയാണ് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ മെറ്റൽസിന് അക്രോസ് ചെറിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താലും അവർ ഇലക്ട്രിക് കറണ്ട് കണ്ടക്ട് ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി കണ്ടക്ടേഴ്സിൻ്റെ എനർജി ബാൻഡ് സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം. കണ്ടക്ടേഴ്സിൻ്റെ എനർജി ബാൻഡ് സ്ട്രക്ചർ രണ്ട് തരത്തിൽ പറയാം, അല്ലെ രണ്ട് തരത്തിൽ കാണപ്പെടാറുണ്ട്. എങ്ങനെയൊക്കെയാണ്? ഒന്നെങ്കിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്ഡ് ആയിരിക്കും. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്തിരിക്കുകയായിരിക്കും ഒരു കേസ്. അങ്ങനെയുള്ള കേസിൽ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് ഒരു കേസ്. രണ്ടാമത്തെ കേസ് പറയുന്നത് വാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും, കണ്ടക്ഷൻ ബാൻഡ് ഹാഫ് ഫിൽഡ് ആയിരിക്കും. വാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും, കണ്ടക്ഷൻ ബാൻഡ് ഹാഫ് ഫിൽഡ് ആയിരിക്കും. ഇവർ തമ്മിലുള്ള എനർജി ഗ്യാപ്പ് വലിയ ഗ്യാപ്പ് ഒന്നും കാണത്തില്ല. സോ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ രണ്ട് എനർജി ബാൻഡ് ഡയഗ്രാമാണ് പറയുന്നത്. ഒന്നുകിൽ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്പ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. സോ ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും, കണ്ടക്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കേസ് പറയുന്നത് വാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും, കണ്ടക്ഷൻ ബാൻഡ് ഹാഫ് ഫിൽഡ് ആയിരിക്കും. തമ്മിലുള്ള എനർജി ഗ്യാപ്പ്, ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് കുറവായിരിക്കും. എന്താ ഈ ഫോർബിഡൻ ഗ്യാപ്പ്? വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയ്ക്കുള്ള എനർജി ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയ്ക്കുള്ള എനർജി ഗ്യാപ്പാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. അപ്പം മെറ്റൽസിൻ്റെ കേസിൽ നമ്മൾ ചെറിയൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താലും എന്നാ പറ്റും? വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിന് എക്സൈറ്റഡ് ആയി എങ്ങോട്ട് പോകാൻ പറ്റും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ പറ്റും. ചെറിയൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താലും വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിന് എങ്ങോട്ട് പോകാൻ പറ്റും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ സാധിക്കും. അങ്ങനെ ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വാലൻസ് ബാൻഡിൽ നിന്നും അൺഫിൽഡ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. സോ ആ ഇലക്ട്രോൺസ് കറണ്ട് കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഗുഡ് കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ് കോപ്പർ, ലിഥിയം, ഇങ്ങനെയുള്ളതൊക്കെ ഗുഡ് കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് ഇൻസുലേറ്റേഴ്സ് നോക്കാം. ഇൻസുലേറ്റേഴ്സിൻ്റെ കേസ് എന്താണ്? ഇൻസുലേറ്റേഴ്സ് നമ്മൾ നോർമൽ കണ്ടീഷൻസിൽ ഇലക്ട്രിക് കറണ്ട് കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയലാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. നോർമലായിട്ട് ഇപ്പോൾ വുഡിൻ്റെ അക്രോസ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താൽ വുഡ് നോർമൽ കണ്ടീഷൻസിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യത്തില്ല. അങ്ങനെ ഉള്ളതിനെയാണ് നമ്മൾ ഇൻസുലേറ്റർ എന്ന് വിളിക്കുന്നത്. ഇൻസുലേറ്റേഴ്സിനകത്ത് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. അതുപോലെ കണ്ടക്ഷൻ ബാൻഡ് കംപ്ലീറ്റ്ലി എം ടി ആയിരിക്കും. ഇപ്പോൾ ഇൻസുലേറ്ററിൻ്റെ കേസിൽ വാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡും കണ്ടക്ഷൻ ബാൻഡ് കംപ്ലീറ്റ്ലി എം ടി ആയിരിക്കും. ഇൻസുലേറ്റേഴ്സിനകത്ത് വേറൊരു പ്രത്യേകത, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വലുതാണ്. സോ ഇൻസുലേറ്റേഴ്സിനകത്ത് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒത്തിരി കൂടുതലായിരിക്കും. കണ്ടക്ടറുമായിട്ട് വെച്ച് നോക്കുമ്പം ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഒരുപാട് കൂടുതലായിരിക്കും. അപ്പം നമുക്ക് എനർജി ബാൻഡ് ഡയഗ്രാം, ഇൻസുലേറ്ററിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാമാണ് നമ്മൾ ഈ നോക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും വാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡും കണ്ടക്ഷൻ ബാൻഡ് എം ടി ആണ്. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഇ ജി എന്ന് പറയുന്നത് കൂടുതലാണ്, അതായത് 5 ഇലക്ട്രോൺ വോൾട്ടിനടുത്ത് വരും. അപ്പം ഒരു ഇലക്ട്രോണിന് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ടുന്ന എനർജി എന്തോരായിരിക്കും? അത് 5 ഇലക്ട്രോൺ വോൾട്ടിൽ കൂടുതലായിരിക്കും. അതായത് ഇലക്ട്രോണിനെ എനർജി കിട്ടി കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഹൈ എനർജി കിട്ടണം. സോ ഓർഡിനറി ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിന് എനർജി അക്വയർ ചെയ്ത് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാൻ സാധിക്കില്ല.
അതുകൊണ്ട് തന്നെ എന്നാ സംഭവിക്കും? ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇൻസുലേറ്ററിന് വെരി ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇൻസുലേറ്ററിനകത്ത് ഒരു വെരി ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇലക്ട്രോണിന് എക്സൈറ്റഡ് ആയ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. സോ ഇൻസുലേറ്ററിനകത്ത് ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെരി ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. ഇതിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഇനി സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസ് നോക്കിക്കേ. സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ് സിലിക്കണും ജെർമേനിയവും. ഈ മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത എന്താ? ഇവരുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കണ്ടക്ടേഴ്സിനേക്കാൾ കുറവായിരിക്കും. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കണ്ടക്ടേഴ്സിനേക്കാൾ കുറവായിരിക്കും, എന്നാൽ ഇൻസുലേറ്റേഴ്സിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി എന്തോരം വരും? 10⁴ to 10⁻⁴ മോ പെർ മീറ്റർ ആണ്. അപ്പം സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി എവിടെ വരും? 10⁴ മുതൽ 10⁻⁴ മോ പെർ മീറ്റർ ആണ്. മോ പെർ മീറ്റർ 10⁴ to 10⁻⁴ മോ പെർ മീറ്റർ ആണ് സെമി കണ്ടക്ടേഴ്സിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എങ്ങനെയായിരിക്കും? ഇവിടെയും വാലൻസ് ബാൻഡ് 0 കെൽവിനിൽ നമ്മൾ നോക്കിയാൽ, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അല്ലെങ്കിൽ 0 കെൽവിനിൽ നോക്കിയാൽ വാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും, കണ്ടക്ഷൻ ബാൻഡ് കംപ്ലീറ്റ്ലി എംറ്റിയും ആയിരിക്കും. 0 കെൽവിനിൽ സെമി കണ്ടക്ടേഴ്സ് നമ്മൾ നോക്കിയാൽ വാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും, കണ്ടക്ഷൻ ബാൻഡ് കംപ്ലീറ്റ്ലി എംറ്റി ആയിരിക്കും. പക്ഷേ ഇതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഫോർബിഡൻ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്, അല്ലെ ഫോർബിഡൻ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1 ഇലക്ട്രോൺ വോൾട്ടൊക്കെ വരത്തുള്ളൂ. അപ്പം നോർമൽ റൂം ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോൾ ഉള്ള പ്രത്യേകത എന്നാ? നോർമൽ റൂം ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പം ഇലക്ട്രോൺസ് എനർജി അക്വയർ ചെയ്യും. അങ്ങനെ എനർജി അക്വയർ ചെയ്ത കുറച്ച് ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് എക്സൈറ്റഡ് ആയി എങ്ങോട്ട് പോകും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. കാരണം ഫോർബിഡൻ ബാൻഡ് ഗ്യാപ്പ് ഇവിടെ എത്രയേ ഉള്ളൂ? 1 ഇലക്ട്രോൺ വോൾട്ടൊക്കെ ഉള്ളൂ. അപ്പോൾ റൂം ടെമ്പറേച്ചർ എത്തുമ്പോഴത്തേക്കും കുറച്ച് ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് എക്സൈറ്റഡ് ആയി എങ്ങോട്ട് പോകും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. സോ നോർമൽ റൂം ടെമ്പറേച്ചറിൽ നോക്കിയാൽ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് ഫിൽഡ് ആയിരിക്കും, പക്ഷെ കുറച്ച് ഹോൾസ് കാണും. കാരണം കുറച്ച് ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയി കണ്ടക്ഷൻ ബാൻഡിൽ പോയിട്ടുണ്ട്. കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എംറ്റി ആയിരിക്കത്തില്ല, കുറച്ച് ഇലക്ട്രോൺസ് അവിടെ കാണും. അങ്ങനെ ആയതുകൊണ്ട് റൂം ടെമ്പറേച്ചറിൽ ഇവർക്ക് ഇൻസുലേറ്ററിൻ്റെ അത്രയും കണ്ടക്ടിവിറ്റി ഇല്ലാഴിയേ ഇരിക്കത്തില്ല, എന്നാൽ കണ്ടക്ടേഴ്സിൻ്റെ അത്രയും കണ്ടക്ടിവിറ്റി കാണത്തുമില്ല. ഇവരുടെ കണ്ടക്ടിവിറ്റി ഇൻസുലേറ്ററിനും കണ്ടക്ടറിൻ്റെയും മിഡിലായിരിക്കും സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെമി കണ്ടക്ടേഴ്സ് നോക്കിയാൽ, സെമി കണ്ടക്ടേഴ്സ് സിലിക്കൺ ആണെങ്കിലും ജെർമേനിയം ആണെങ്കിലും ഏതെങ്കിലും കോമ്പൗണ്ട്സ് ആണെങ്കിലും ഓക്സൈഡ്സ് ആണെങ്കിലും ഇവരെല്ലാം ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആയിരിക്കും. സെമി കണ്ടക്ടേഴ്സ് എല്ലാം എങ്ങനെയായിരിക്കും? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആയിരിക്കും. സെമി കണ്ടക്ടേഴ്സിൻ്റെ എക്സാമ്പിളാണ് സിലിക്കണും ജെർമേനിയവും. ഇത് രണ്ടും പ്യുവർ എലമെൻറ്റ്സ് ആണ്, എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സ് ആണ്. വേറെ എക്സാമ്പിൾസ് ആണ് ഗാലിയം ആർസനൈഡ്, കാഡ്മിയം സൾഫൈഡ്. ഗാലിയം ആർസനൈഡും കാഡ്മിയം സൾഫൈഡും ഇത് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ആണ്. ഇനി ഓക്സൈഡ് സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ് Bi2O3, Te2O3, ZnO3, Cu2O. ഇതൊക്കെ ഓക്സൈഡ് സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ് Bi2O3, Te2O3, ZnO3, Cu2O. ഇതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് നോക്കാം. താങ്ക് യു.